ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് സോയ ചങ്ക്സ് കറിയാണ് ഉണ്ടാക്കുന്നത്. സോയ ചങ്ക്സ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളതാണ്. നമ്മളതാണ് ഇന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സോയ ചങ്ക്സ് എടുക്കുക, നന്നായി നമ്മളൊരു പാത്രത്തിലിട്ട് നന്നായി വാഷ് ചെയ്യുക. അതിനുശേഷം സോയ ചങ്ക്സിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഒരു 10 മിനിറ്റ് നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കണം. 10 മിനിറ്റ് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മളതിൽ കുറച്ച് പച്ചവെള്ളം ആഡ് ചെയ്തിട്ട് നമ്മളത് വാർക്കാൻ വയ്ക്കണം. അതിനുശേഷം നമ്മൾ സബോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ അരിഞ്ഞ് സെറ്റാക്കി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് മസാലക്കൂട്ട്, പെരുംജീരകം, കറുവാപ്പട്ട, കുരുമുളക്, ഗ്രാമ്പു നന്നായി നമ്മൾ പാനിൽ ചൂടാക്കി എടുക്കുക. അത് ചൂടായി വരുമ്പോൾ നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ ചിക്കൻ മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല എന്നിവ നന്നായി മൂപ്പിച്ചെടുക്കുക. നല്ല മൂത്ത് പച്ച മണം മാറി വരുമ്പോൾ നമ്മളത് ഒരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കും. തണുത്തതിന് ശേഷം മാത്രം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ അരയ്ക്കും. ആ മസാലക്കൂട്ട് വറുത്ത അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എന്നിവ വഴറ്റാനിടണം. അത് നന്നായി വഴണ്ട് നല്ല ഒരു ബ്രൗണിഷ് കളറ്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർക്കണം. സബോള ചേർക്കുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ അത് വഴറ്റാനായിട്ട് വയ്ക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ അത് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത്, സബോളയിലാകുമ്പോൾ അധികം ഉപ്പൊന്നും ചേർക്കണ്ട, കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. കുറച്ച് ഉപ്പ് ചേർത്ത് നമ്മളത് വഴറ്റാൻ വയ്ക്കും. കറിവേപ്പില ഇടാനകത്ത് മറന്നു പോയായിരുന്നു, അപ്പോൾ നമുക്ക് കറിവേപ്പില ഇടാം. സബോള നന്നായി വഴണ്ടു കണ്ടോ. അത് വഴണ്ട് വരുമ്പോൾ നമ്മൾ തക്കാളി ചേർക്കണം. തക്കാളി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമ്മൾ കുറച്ച് നേരം ഒരു മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ അടച്ചു വയ്ക്കും. അടച്ചു വയ്ക്കുമ്പോൾ തക്കാളി നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടും. കണ്ടോ, നന്നായി തക്കാളി ഉടഞ്ഞ് നന്നായി വഴണ്ട് കിട്ടി. ആ വഴണ്ട തക്കാളിയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. കുറേ എല്ലാ സാധനങ്ങളോട് ഒരുമിച്ചിട്ട് നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം പൊട്ടറ്റോ ചേർത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ വെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് എടുത്തിട്ട് ചേർക്കുക. സോയ ചങ്ക്സ് നല്ല വെള്ളം പിഴിഞ്ഞ് വെക്കണം കേട്ടോ. വാർത്ത് കഴിഞ്ഞ് വെള്ളം പിഴിഞ്ഞ് വെക്കണം. വെള്ളമെല്ലാം ഞെക്കി പിഴിഞ്ഞതിന് ശേഷം മാത്രമേ സോയ ചങ്ക്സ് എടുക്കാവുള്ളൂ. വാർത്ത് വയ്ക്കുന്നത് ചൂടാറാൻ വേണ്ടിയിട്ടാണ്, വെള്ളം അതിലധികം പിടിക്കാണ്ടിരിക്കാനും. അങ്ങനെ വെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുള്ള സോയ ചങ്ക്സാണ് ഇപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ആ സോയ ചങ്ക്സും പൊട്ടറ്റോയും കൂടെ നന്നായി നമ്മൾ ആ ഗാർലിക്കും അതുപോലെ തന്നെ ഇഞ്ചിയും സബോളയും തക്കാളി കൂട്ടിലേക്ക് ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക. എന്തിനാണ് ഇത് ആദ്യം ചേർക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗാർലിക്കിൻ്റെയും ഇഞ്ചിയുടെയും തക്കാളിയുടെയും ടൊമാറ്റോൻ്റെ ഒക്കെ നല്ല ഫ്ലേവർ അതിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് നമ്മൾ അത് കുറച്ച് നേരം നമ്മൾ അടച്ചു വയ്ക്കും. ഒരു 5 മിനിറ്റ് നമ്മളത് അടച്ചു വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നമ്മൾ ചിക്കൻ കറി വയ്ക്കുമ്പോഴും ഇങ്ങനെ ചെയ്താൽ നല്ലതാണ് കേട്ടോ. നന്നായിട്ട് അത് അടച്ചു വെച്ച് അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ പിടിക്കും. അതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം, ഉടഞ്ഞു പോകത്തൊന്നുമില്ല, നമ്മൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ അരപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരപ്പ് ഒഴിച്ചതിന് ശേഷം അരപ്പ് ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊട്ടറ്റോ വേവാനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒഴിക്കാം. അപ്പോൾ അരപ്പ് ഒഴിച്ച് ആ മിക്സി കഴുകി നമ്മൾ അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ വേവാനുള്ള വെള്ളമായി. അതിന് ശേഷം പിന്നീട് നമ്മൾ അത് നന്നായി മിക്സ് ചെയ്യുക. എല്ലായിടത്തേക്കും ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സി ജാറ് കഴുകിയിട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് കിട്ടും. അരപ്പൊന്നും മിസ്സാവാതെ നമുക്ക് അതിൻ്റെ എല്ലാ ഇതും കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കഴുകി നമ്മൾ ജസ്റ്റ് അതിൽ വെള്ളം ഒഴിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ട് വെള്ളം പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടെ നമുക്ക് അറിയാമല്ലോ ഇളക്കി വരുമ്പോൾ എങ്ങനെയാണ് പൊട്ടറ്റോ വേവാനുള്ള വെള്ളം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ആ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം കുറച്ചും കൂടെ വെള്ളം വേണമെന്ന് തോന്നിയാൽ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. കാരണം എനിക്കത് ഇളക്കിയപ്പോൾ തോന്നി വെള്ളം പോരാന്ന്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളവും ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഉപ്പ് നമ്മൾ സബോള ആക്കുമ്പോഴും സോയ ചങ്ക്സ് വേവിക്കുമ്പോഴും കുറേശ്ശെ ഉപ്പിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കണക്കിലെടുത്തിട്ട് വേണം ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് നമ്മൾ ചേർക്കാനായിട്ട്.
അപ്പോൾ നമ്മളിത് കുറച്ചും കൂടെ ഉപ്പ് പോരാൻ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ഇത് അടച്ചു വയ്ക്കുന്നത്. പൊട്ടിട്ട് വേവാനുള്ള വെള്ളം വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനത് വെള്ളമൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നന്നായി മിക്സാക്കി, ഉപ്പൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സാക്കിയിട്ട് ഞാനത് അടച്ചു വച്ചു. കുറച്ച് നേരം അടച്ചു വയ്ക്കും. പൊട്ടിട്ട് വേവാൻ അധികം നേരം വേണ്ട. അപ്പോൾ ഇടയ്ക്കൊക്കെ തുറന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ലതാണ്. അടിയെ പിടിക്കുന്ന പാത്രമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അടിയെ പിടിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം ഉപ്പും വെള്ളമൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് നന്നായി ഇളക്കി അടച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല, എല്ലാം വെള്ളമൊക്കെ ഉണ്ട്, കറിയിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. ജസ്റ്റ് പൊട്ടറ്റോ ഒന്നും ആയിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഞാൻ കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചു. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് അടച്ചു വയ്ക്കണം. അന്ന് പൊട്ടറ്റോ വെന്തിട്ടില്ല എന്ന് മനസ്സിലായി. പൊട്ടറ്റോ വേവുന്നതാണ് കറിയുടെ പരുവം. സോയ ചങ്ക്സ് ഓൾറെഡി പെട്ടെന്ന് വേവുന്ന സാധനമാണ്, ഓൾറെഡി നമ്മൾ തിളപ്പിച്ചതാണ്. അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷേ പൊട്ടറ്റോ വേവണം, അതാണ് നമ്മുടെ കറിയുടെ പരുവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നും കൂടെ നന്നായി നമ്മൾ വെള്ളമൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി മിക്സ് ചെയ്ത് ഒന്നും കൂടെ അടച്ചു വെച്ചു. അപ്പോൾ ഈ അടച്ചു വെച്ച് അത് വേവണേൻ്റെ ഇടയിൽ നമ്മളിത് താളിക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കണം. അതായത് കുറച്ച് ചെറിയുള്ളി അരിയുക, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 1 സ്പൂൺ ചിക്കൻ മസാല. കുറച്ച് കഴിഞ്ഞ് നോക്കി വെള്ളമൊക്കെ വറ്റി ഇത് പൊട്ടറ്റോ ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് ഉടയ്ക്കുമ്പോൾ പൊട്ടറ്റോ ഉടയുന്നുണ്ട്, അതാണ് പരുവം. ഇപ്പോൾ പൊട്ടറ്റോ ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കറി ഏകദേശം ഒരു കുഴഞ്ഞ രൂപത്തിലാണ് ഇരിക്കുന്നത്. അധികം ഗ്രേവിയൊന്നുമില്ല, ജസ്റ്റ് ഒന്നൊരു കുഴഞ്ഞ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഗ്രേവി വേണ്ടവർക്ക് നമുക്കിത് കാച്ചുന്ന സമയത്ത്, അതായത് താളിക്കുന്ന സമയത്ത് ഉള്ളി മൂപ്പിക്കുമ്പോൾ അതിലിത്തിരി വെള്ളം തിളപ്പിച്ച് ഒഴിക്കാം. ആവശ്യത്തിന് എത്ര ഗ്രേവി വേണോ അത്രയ്ക്ക് നമുക്ക് വെള്ളം ചേർത്ത് വയ്ക്കാം. വല്ലാണ്ട് വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു കുഴമ്പ് പരുവത്തിലൊക്കെ ഇരുന്നാലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചെറിയ പാൻ എടുത്തു, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, അത് ഉള്ളി മൂപ്പിക്കാനായിട്ട് ഇടുകയാണ്. ഉള്ളി അരിഞ്ഞത് നമ്മൾ മൂപ്പിക്കാനായിട്ട് എണ്ണ ചൂടായപ്പോൾ മൂപ്പിക്കാനായിട്ട് ഇട്ടു. ഉള്ളി മൂത്ത് വരുമ്പോഴാണ് നമ്മൾ കറിവേപ്പിലയും പിന്നെ മസാലയും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളി നന്നായി നമ്മൾ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമ്മൾ നന്നായി മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഉള്ളി നന്നായി വഴറ്റി നമ്മൾ മൂപ്പിച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കും. ഉള്ളി നന്നായി ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്, ഇപ്പോൾ ഏകദേശം ബ്രൗണായി. അപ്പോൾ നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പില ഇട്ട് ഒന്നും കൂടെ ഇളക്കി മൂപ്പിച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മൾ ഒന്നും കൂടെ ഇളക്കി മൂപ്പിച്ച് വരുമ്പോഴാണ് നമ്മൾ മസാല ചേർക്കുന്നത്, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. അപ്പോൾ ഒന്നും കൂടെ ഇട്ട് നന്നായി ഗോൾഡൻ ബ്രൗൺ ആവും, ഒന്നും കൂടെ ഉള്ളി മുരിയുന്ന വരെ നമ്മൾ വഴറ്റണം. അതിന് ശേഷമാണ് നമ്മൾ എണ്ണ നല്ല ചൂടായിരിക്കാൻ ആണെങ്കിൽ നമ്മൾ തീ കുറച്ചിടണം, ഫ്ലെയിം ചെറുതാക്കി ഇട്ടിട്ട് വേണം. എണ്ണയുടെ ചൂട് കുറയുമ്പോൾ വേണം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇട്ട വഴിക്ക് തന്നെ മസാല കരിഞ്ഞു പോകും. അപ്പോൾ തീ നന്നായി കുറച്ച് വെച്ച് നമ്മൾ ചൂടൊന്ന് കുറച്ച്, പാത്രത്തിൻ്റെ ചൂടൊന്ന് കുറച്ച്, അതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഉള്ളി നല്ല ബ്രൗണായി, ഗോൾഡൻ ബ്രൗണായി. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ 1 സ്പൂൺ ചിക്കൻ മസാല, അത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. ലാസ്റ്റ് ഒന്ന് നമ്മളത് ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് എത്ര വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് നന്നായി മൂത്തതിന് ശേഷം ഇട്ടാൽ മസാല നന്നായി മൂത്തതിന് ശേഷം നമ്മൾ അതിൽ ആവശ്യത്തിന്, നിങ്ങളുടെ കറിക്ക് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ, എനിക്കധികം ഗ്രേവി വേണ്ട, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. പിന്നെ എരിവൊക്കെ അതിൻ്റെ പാകത്തിനാണ് ഇടുന്നത്. ഞാൻ പറഞ്ഞ അളവിന് തന്നെ ഇടണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എരിവാണെങ്കിൽ അതിനനുസരിച്ച്. അപ്പോൾ മസാലയൊക്കെ നന്നായി മൂത്ത് വന്നു, നമ്മളിതാ കുറച്ച് വെള്ളം ഒഴിച്ചു. ആ വെള്ളം നന്നായി തിളച്ചതിന് ശേഷമേ നമ്മൾ കറിയിലേക്ക് വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ആ വെള്ളം അതിൽ കിടന്ന് കളിക്കുമ്പോൾ വെള്ളത്തിലൊക്കെ അതിൻ്റെ എസൻസ് പിടിക്കും. നന്നായി വെള്ളം തിളച്ചു, കണ്ടില്ലേ, നല്ല പാകത്തിലായി. അപ്പോൾ നമ്മളിതാ കറി തുറന്ന് നോക്കി, കറി അത്യാവശ്യം ഗ്രേവി ആയിട്ട് തന്നെ ഇരിക്കുന്നത്, വല്ലാണ്ട് ഗ്രേവി അല്ല, ഒരു കുഴമ്പ് പരുവത്തിലാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ. അതിലേക്ക് ഈ വെള്ളം കൂടെ ഒഴിച്ചാൽ കറക്റ്റ് പരുവാകും. ഇങ്ങനെ ഇത്തിരി കൂടെ ചാറ് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം, കുഴപ്പമില്ല. നമ്മളിത് കാച്ചി ഒഴിച്ചതിന് ശേഷം നന്നായി ആ കാച്ചി ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവർ വരും. ആ ഉള്ളി മൂപ്പിച്ചതിൻ്റെയും ആ മസാല കിടന്ന് മൂത്തതിൻ്റെയും ഒക്കെ നല്ലൊരു മണം വരും.
അതിനുശേഷം നമ്മൾ നന്നായിട്ട് ആ കറി ഒഴിച്ചതിന് ശേഷം കണ്ടോ ഇപ്പോൾ നല്ല കുഴമ്പ് ഒരു ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെ ആയാലൊക്കെ തിന്നാൻ പറ്റിയ ഒരു പരുവത്തിലുള്ള ഒരു ഗ്രേവി വന്നു. നല്ല കുഴഞ്ഞ് പൊട്ടറ്റോയിലും എല്ലാ മസാലകളും പിടിച്ചു, സോയ ചങ്ക്സിലും എല്ലാ മസാലകളും പിടിച്ചു, എല്ലാം നല്ല കറക്റ്റായി, ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പം അങ്ങനെ നമ്മൾ സോയ ചങ്ക്സിൻ്റെ ആ കറി റെഡിയായി. ഫൈനൽ ലുക്ക് ഇതാണ്. നല്ല ടേസ്റ്റി കറിയാണ്. നമ്മൾ എന്താ പറയുക, ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്.